വേദപുസ്തകത്തിൽ ഏറ്റവും മനോഹര സാക്ഷ്യം. ബൈബിൾ എന്ന് ഞങ്ങൾ പറയുമ്പോൾ ലോകത്തെ കീഴടക്കിയ ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. ദ ബുക്ക് ഓഫ് ദ യൂണിവേഴ്സ്. അണ്ടകടാഹത്തിൻ്റെ ഒരു പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പുസ്തകമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനം. ഈ പുസ്തകത്തിൽ വിശ്വസിച്ച് ഈ സഭയുടെ ഒരു വിശ്വസ്ത അംഗമായിരുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഓട്ടം തികച്ച് പോയ അദ്ദേഹത്തിന് അവസാന വിടുവാങ്ങൽ നടത്തുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള വാക്കുകൾ എന്നും ഒരാശ്വാസമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ഉണ്ണികൃഷ്ണൻ അവർകൾ 47-ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപോയി? അദ്ദേഹത്തിന് അല്പനാൾ കൂടി ജീവനോടെ ഇരിക്കാമായിരുന്നുവല്ലോ. എന്തുകൊണ്ട് അല്പം നേരത്തെ പോയി എന്ന് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചിന്ത വരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് പോയി എന്ന് നമ്മൾ ചോദിച്ചാൽ എടുത്ത് പറയുവാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി, അദ്ദേഹം ചോദിച്ച് ഈ ഭൂമിയിലേക്ക് വന്നവനല്ല. 47 വർഷങ്ങൾക്ക് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തൊരു ദാനമാണ് ഈ വാത്സല്യ സഹോദരൻ. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പ്രിയപ്പെട്ടവനാണ്. ചോദിച്ച വീട്ടിൽ, ചോദിച്ച ദേശത്ത്, ചോദിച്ച മാതാപിതാക്കൾക്ക് വന്നവരല്ല പ്രിയ സഹോദരൻ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ നമ്മൾ ആരും. ചോദിക്കാത്ത ദേശത്ത്, ചോദിക്കാത്ത വർഷത്തിൽ, ചോദിക്കാത്ത മാതാപിതാക്കൾക്ക്, ചോദിക്കാത്ത വീട്ടിൽ നമ്മളെ അയച്ച ഒരു സൃഷ്ടിതാവ് സകലർക്കുമുണ്ട്. ആർക്കും അത് നിഷേധിക്കുവാൻ പറ്റുകയില്ല. അങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്ന ഈ പ്രിയപ്പെട്ടവനെ അയച്ച ഒരു സൃഷ്ടിതാവ് ഉണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മടങ്ങിപ്പോക്കിന്റെ ഒരു ദിവസവും ഈ സൃഷ്ടിതാവ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ നടത്തിയ ഒരു ഫ്യൂണറൽ സർവീസ് 15 വയസ്സുള്ള ഒരു ബാലന്റെ ആയിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുക, വെള്ളത്തിൽ പോയി കൂട്ടുകാരോട് കളിക്കാൻ പോയതാ. നമുക്കെല്ലാവർക്കും ഒരു ആയുസിന്റെ കാലഘട്ടം നമ്മുടെ സൃഷ്ടിതാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കേട്ടത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സൃഷ്ടിതാവ് നമുക്കായി നിയമിച്ചു വെച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മെൻ ടു ഡൈ എന്ന ഒരു മരണ ദിവസം നമുക്ക് വേണ്ടി നമ്മുടെ സൃഷ്ടിതാവ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യുവാൻ മരുന്നിന് കഴിയത്തില്ല, ഡോക്ടേഴ്സിന് കഴിയത്തില്ല, ഹോസ്പിറ്റലുകൾക്ക് കഴിയത്തില്ല. മടങ്ങിപ്പോകാൻ ഒരു ദിവസം നിശ്ചയിച്ചു വെച്ചിരിക്കുക. ഒരു ജോലിക്ക് വേണ്ടി ഒരു ഉദ്യോഗാർത്ഥി അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായി തനിക്ക് ഉദ്യോഗത്തിന് ക്ഷണിച്ച സ്ഥാപനത്തിലെ ബോസിന്റെ മുന്നിൽ അങ്ങ് തന്ന ലെറ്ററിന്റെ സമയമനുസരിച്ച് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് വേദപുസ്തകത്തിൽ നമ്മുടെ മടങ്ങിപ്പോക്കിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ദൈവം നിശ്ചയിച്ച ഒരു സമയം. ഈ പ്രിയപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും ആവേശവും സന്തോഷവും എന്ന് പറയുന്നത് അദ്ദേഹം ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ദൈവവചന പ്രഘോഷണത്തിൽ യേശുക്രിസ്തുവിന്റെ ഒരു പടയാളിയായി നിൽക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ശോഭിച്ചു നിന്നപ്പോൾ സ്വർഗം അദ്ദേഹത്തെ തിരികെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കാൾ അദ്ദേഹത്തിന്റെ മരണ ദിവസം അദ്ദേഹം ചെയ്ത ശുശ്രൂഷയും അദ്ദേഹം ഉയർത്തിയ യേശുക്രിസ്തുവിന്റെ നാമവും ഉയർത്തപ്പെടുവാനിടയായി തീർന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇന്ന് ബ്രദർ ഉണ്ണികൃഷ്ണനെ അറിയാത്തവരാരുമില്ലാത്ത വിധത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം എയറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ സാക്ഷ്യം അനേകരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുക. അനേകരോട് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം വാദിച്ചു കൊണ്ടിരിക്കുക. അനേകരെ ക്രിസ്തുവിലേക്ക് ആ വാക്കുകൾ ആകർഷിച്ചു കൊണ്ടിരിക്കുക. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എത്ര ശ്രേഷ്ഠമാണ്. പ്രൈസ് ദി ലോർഡ്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, ഇത്ര കറതീർന്ന സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ വേറെയില്ല. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകന്നവനും യഹോവാ ഭക്തനുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയ സഹോദരൻ ഉണ്ണികൃഷ്ണന്റെ സാക്ഷ്യം ചോദിച്ചാൽ ഇവിടെ അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ എല്ലാവരും പറഞ്ഞത് എത്ര ശ്രേഷ്ഠമേറിയ ഒരു സാക്ഷ്യമായിരുന്നു. ദൈവം നിശ്ചയിച്ച സമയത്തിൽ കർത്താവിന്റെ ദാസൻ നമ്മളെ വിട്ട് തിരികെ പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം ഞാൻ മാന്യ സമൂഹത്തോട് ചോദിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നാൽ ബൈബിൾ പറയുന്നു മരണശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം. എന്താണ് ഇനിയും സംഭവിക്കുന്നത്? ഞാൻ ദീർഘമാക്കിയില്ല. മരണശേഷം എന്ത്? ഉണ്ണികൃഷ്ണൻ
നമ്മളെ വിട്ടു പോയി. ഇനിയും എന്താണ് സംഭവിക്കുന്നത്? ഇനിയും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്ന പുസ്തകം ഞങ്ങൾ പ്രസംഗിക്കുന്ന വേദപുസ്തകമാണ് ആധികാരികമായി ഉത്തരം നൽകിയിരിക്കുന്നത്. മരണശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, അതുപോലൊരു ജ്ഞാനി ഇതിനു മുമ്പും അതിനു ശേഷവും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഈ പുസ്തകത്തിൽ ചില പുസ്തകങ്ങൾ, അധ്യായങ്ങൾ അദ്ദേഹം എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമായ സഭാപ്രസംഗിയുടെ പുസ്തകം, അതിനകത്ത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ 10-ാം അധ്യായത്തിൽ അദ്ദേഹം എന്താണ് മരണശേഷം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട്. 7-ാം അധ്യായം, സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ അദ്ദേഹം ഉത്തരം നൽകിയിരിക്കുന്ന ഒരു ഉത്തരം ഇങ്ങനെയാണ്: മരണശേഷം മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്ന, സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ഡോക്ടർ CT ലൂയിസ് ഊട്ടി അവർകൾ ഉണ്ണികൃഷ്ണൻ ബ്രദർ ചമച്ചിയ ഒരു ഭവനത്തെക്കുറിച്ച്, അതിനെ അദ്ദേഹം ആഗ്രഹിച്ച വിഷയത്തെക്കുറിച്ച് ഇവിടെ പറയാനിടയായി. പക്ഷേ അത് ഉണ്ണികൃഷ്ണൻ ബ്രദറിന്റെ സ്വന്തം വീടല്ലായിരുന്നു. സ്വന്തം വീടല്ലായിരുന്നു. നമ്മുടെ വീടുകൾ എത്ര വലുതാണെങ്കിലും എത്ര മനോഹാരിതയുള്ളതാണെങ്കിലും ഒരു കാര്യം അരക്കിട്ട് ഉറപ്പിച്ചു പറയാം: നമ്മൾ നേടിയതും അധ്വാനിച്ചതും നേടിയതൊന്നും നമ്മുടെ സ്വന്തം ഭവനങ്ങളല്ല. ഇതെല്ലാം താൽക്കാലിക ഭവനങ്ങൾ മാത്രമാണ്. താൽക്കാലിക ഭവനങ്ങൾ മാത്രമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ശലോമോൻ പറയുന്നു, ഈ പ്രിയപ്പെട്ടവൻ തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. 47 വർഷത്തെ ജീവിതമേ ഈ ഭൂമിയിൽ വിധിച്ചുള്ളെങ്കിലും സ്വന്തം വീട്ടിലെ വാസം എണ്ണി തീർക്കുവാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹര വാക്യം: ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനോടുകൂടി നിത്യ യുഗം വാഴും. സഭാപ്രസംഗി 12:7 ശലോമോൻ അടുത്ത് പറയുന്ന ഒരു വാചകം എല്ലാവരും ശ്രദ്ധിക്കണമേ: മരണശേഷം പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്കും ആത്മാവതിനെ നൽകിയ ദൈവത്തിങ്കിലേക്കും. ഡസ്റ്റ് വിൽ റിട്ടേൺ ടു എർത്ത് ആസ് ഇറ്റ് വാസ് എന്ന പൊടി എങ്ങനെയായിരുന്നുവോ അതുപോലെ. ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറിയെ ബൈബിൾ ഇവിടെ വെല്ലുവിളിക്കുകയാണ്. സയൻസിന്റെ ബിഗ് ബാങ് തിയറിയെ ബൈബിൾ തള്ളുകയാണ്. എന്താണ് ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറി? സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ പഠിച്ചതല്ലേ പരിണാമ സിദ്ധാന്തം. മൃഗത്തിന് വകഭേദമുണ്ടായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഡാർവിന്റെ എവല്യൂഷൻ തിയറിയെ ബൈബിൾ തള്ളുന്നു. സയൻസിന്റെ ബിഗ് ബാങ് തിയറി, ഒരു വിസ്ഫോടനത്തിൽ കൂടി പ്രപഞ്ചവും ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള സയൻസിന്റെ ബിഗ് ബാങ് തിയറിയെ ബൈബിൾ തള്ളുന്നു. ലോകം തള്ളി ഇന്ന് ഡാർവിന്റെ തിയറി. സയൻസിന്റെ ബിഗ് ബാങ് തിയറിയെയും തെളിയിക്കുവാൻ കഴിയാതെ സയൻസ് ഒരു അരക്ഷിതാവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ ആർക്കും തള്ളുവാൻ കഴിയാത്ത ഏക തിയറി വേദപുസ്തകത്തിന്റെ തിയറിയാണ്. അതുകൊണ്ട് മരണശേഷം പെട്ടിയിൽ സൂക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട്, മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട്, വീട്ടിൽ സൂക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇത് സ്വർണം കൊണ്ട് നിർമ്മിച്ച ശരീരമല്ല, ഇത് പ്ലാറ്റിനം കൊണ്ട് നിർമ്മിച്ച ശരീരമല്ല, ഇത് വെള്ളി കൊണ്ട് നിർമ്മിച്ച ശരീരമല്ല. വേദപുസ്തകം ഉറപ്പിച്ചു പറയുന്നു, മരണശേഷം ഇത് തിരികെ ചേരുന്ന ഏക സ്ഥലം ഇതിനെ എടുത്ത മണ്ണിലേക്ക്. അല്പസമയത്തിന് ശേഷം ദൈവദാസന്മാരായി ഞങ്ങൾ സുവിശേഷകൻ ഉണ്ണികൃഷ്ണന്റെ ഭൗതിക ശരീരം ഇളമ്പൽ ദൈവസഭയുടെ സെമിത്തേരിയിൽ ഞങ്ങൾ അത് മണ്ണിനായി ഏൽപ്പിക്കും. എന്നാൽ ശലോമോന്റെ അടുത്ത വാചകമാ ഞങ്ങൾക്ക് ഇച്ചിരൂടെ സന്തോഷം: ഈ ശരീരം മണ്ണിനായി ഏൽപ്പിച്ചാലും ആത്മാവ് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. The spirit will return to God who gave it. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ സന്നിധിയിൽ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവേശം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, സുവിശേഷകൻ ഉണ്ണികൃഷ്ണൻ മരിച്ചിട്ടില്ല. ഈ ശരീരം മണ്ണിനോട് ചേർന്നാലും ആത്മാവ് ദൈവസന്നിധിയിൽ വിശ്രമത്തിനായി മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രത്യാശയുള്ളവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. മൂന്നാമത്തെ, ഈ സമൂഹം ഏറ്റവും അധികം അറിയേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളുടെ സമാപനത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചന വിശ്വാസം പ്രമാണിച്ച്, വേദപുസ്തക വിശ്വാസം പ്രമാണിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്ന തിരുവചനത്തിന്റെ ആധികാരികതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ഈ സമൂഹത്തോട് ചോദിക്കുന്നു: ഇനിയും സുവിശേഷകൻ ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഇനിയും സഹോദരി ഗീതയ്ക്ക് വേണമെങ്കിൽ തന്റെ പ്രിയ ഭർത്താവിനെ കാണാൻ പറ്റുമോ? കുഞ്ഞിന് കാണാൻ പറ്റുമോ? മാതാക്കൾക്ക് കാണാൻ പറ്റുമോ? ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം അരക്കിട്ട് ഉറപ്പിച്ചു പറയുന്നു, നമുക്ക് വീണ്ടും കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ഒരു സംശയവുമില്ലാതെ ഈ പുസ്തകത്തിൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പ്രത്യാശയുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രത്യാശയുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ. ഇനിയും നമ്മൾ കാണുക തന്നെ ചെയ്യും, ഇനിയും കാണുക തന്നെ ചെയ്യും. ഇത് തെളിയിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു പറഞ്ഞൊരു വാചകം ഞാനിവിടെ പരസ്യമായി പറയട്ടെ. മാറോട് പറ്റിയിരുന്ന യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ താൻ എഴുതിയ സുവിശേഷം അതിനകത്തെ 5-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങളിൽ യേശുക്രിസ്തു വായ്മൊഴിയായി പറഞ്ഞൊരു വാചകം. ആ വാചകം അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞാട്ടെ. കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്ത വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഈ ദൈവദാസനും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ തന്റെ അമ്മ ഉൾപ്പെടെയുള്ളവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകരക്ഷകനായ യേശു ക്രിസ്തു, ഈ വാത്സല്യ ദൈവദാസന്റെ ഏറ്റവും വലിയ ഹീറോ ആയിരുന്ന ഈ കർത്താവ്, ഈ രക്ഷകനെ ഉയർത്തുന്ന ഈ ദൈവദാസൻ പ്രസംഗിച്ച യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാചകം അമ്മ ഉൾപ്പെടെയുള്ളവരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്റെ മാന്യ സമൂഹമേ, ഇനിയും ഈ ഭൂമിയിൽ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവം ഒരു 3-ാം ലോക മഹായുദ്ധമല്ല. ഇനിയും ഈ ഭൂമിയിൽ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമല്ല. ഇനിയും ഈ ഭൂമിയിൽ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ലോകം വിളിച്ചറിയിക്കുന്നു. യേശു മടങ്ങി വരാൻ സമയമായി. സമൂഹം വിളിച്ചറിയിക്കുന്നു, യേശു മടങ്ങി വരാൻ സമയമായി. ഈ ഉണ്ണികൃഷ്ണൻ ബ്രദറിന്റെ ശരീരത്തിന് ജീവനില്ലെങ്കിലും ഈ ശരീരം നമ്മളോട് പറയുന്നു, യേശു മടങ്ങി വരിക തന്നെ ചെയ്യും, മടങ്ങി വരിക തന്നെ ചെയ്യും. ഇതിന് സംഭവം, ഇത് സത്യമെന്ന് തെളിയിക്കുവാൻ പൗലോസ്ലീഹ വിരൽ ചൂണ്ടിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. പൗലോസ്ലീഹ തന്റെ പ്രസംഗ മധ്യേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് തെളിയിക്കുവാൻ വേണ്ടി അദ്ദേഹം വിരൽ ചൂണ്ടിയ ഒരു സ്ഥലമുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ ആ ഭാഗം കാണുന്നുണ്ട്. ആ ഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു കല്ലറയാണ്. ആ കല്ലറയുടെ ഏറ്റവും വലിയ പ്രത്യേകത തുറന്നിരിക്കുന്ന കല്ലറയാണ്. കല്ലറ അടച്ചിട്ടില്ല. തുറന്നിരിക്കുന്ന യെരുശലേമിൽ ഇന്നും തുറന്നിരിക്കുന്ന കല്ലറയുടെ നേരെ പൗലോസ്ലീഹ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഒരു വാചകം, യെരുശലേമിൽ ഇന്നും ആ കല്ലറ തുറന്നിരിക്കുന്നുവെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന അവന്റെ ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. എന്താ കല്ലറയുടെ പ്രത്യേകത? 2000 വർഷങ്ങൾക്ക് മുമ്പ് അടച്ച കല്ലറയായിരുന്നു. ആ കല്ലറയുടെ മുന്നിൽ വെച്ച കല്ലിന്റെ ഭാരം 1.5 ടൺ ഭാരമായിരുന്നു. കാവൽ നിന്ന പടയാളികളുടെ എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിലെ 1-ാമത്തെ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്ര ആ കല്ലറയുടെ മേൽ പതിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ആ കല്ലറ ബന്ദവസാക്കാമോ അങ്ങനെയെല്ലാം കല്ലറ ഗവൺമെന്റ് ബന്ദവസാക്കി. തീർന്നില്ല, ആ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്തു, ഗവൺമെന്റ് പ്രോപ്പർട്ടിയാക്കി. ഒറ്റ ദിവസം കൊണ്ട് ആ കല്ലറ ഏറ്റെടുത്തു. ആ സ്ഥലം മുഴുവൻ ഗവൺമെന്റിന്റെ സ്ഥലമാക്കി മാറ്റി. അവരന്ന് പ്രചരിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഈ കല്ലറയിലുള്ളവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ആ കല്ലറയുടെ അടുക്കൽ പോലും ആർക്കും വരാത്ത വിധത്തിൽ ബന്ദവസാക്കിയ ഒരു കല്ലറ യെരുശലേമിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ കല്ലറയിൽ അടയ്ക്കപ്പെട്ടവൻ ജീവനോട് ഇരുന്നപ്പോൾ തന്നെ ഒരു വാചകം പറഞ്ഞു, ഞാൻ മരിച്ചാലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആ കല്ലറ ഇന്നും യെരുശലേമിൽ തുറന്നിരിക്കുന്നുവെങ്കിൽ ഈ കർത്താവിന്റെ ദാസൻ ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശയോടെ എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ലോകം ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു. അപകടങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ഭക്ഷ്യ പ്രതിസന്ധി വരാൻ പോകുന്നു. സാമ്പത്തിക പ്രതിസന്ധി ശക്തമായി കൊണ്ടിരിക്കുന്നു. മാരക രോഗങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോവിഡ് എന്ന് പറയുന്ന ഇത്തിരി പോന്ന കുഞ്ഞൻ വൈറസ് 1.5 വർഷം കൊണ്ട് തട്ടിയെടുത്തത് 2 കോടിയെയാ. കേവലം 1.5 വർഷം കൊണ്ട് കോവിഡ് തട്ടിയെടുത്തത് 2 കോടി. നമ്മളെക്കാൾ ലങ്സിന് ഇലാസ്തികതയുള്ളവർ, ഹാർട്ടിന് ശക്തിയുള്ളവർ, ഇമ്മ്യൂൺ പവർ കൂടുതലുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെ 2 കോടിയെ തട്ടിയെടുത്ത മണ്ണിലാ നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. എന്താ കോവിഡ് വരുത്തിയ വിന നമുക്കെല്ലാവർക്കും അറിയത്തില്ലേ? മരുന്നുകൾ പ്രയോജനപ്പെടുത്തില്ലെന്ന് കാലം തെളിയിച്ചു. ഹോസ്പിറ്റലുകൾ നമ്മളെ രക്ഷിക്കത്തില്ലെന്ന് കാലം തെളിയിച്ചു. ഹല്ലേലൂയ. ഇവിടെയുള്ള ഡോക്ടർമാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുന്നിൽ കൈമലർത്തി കാണിക്കുമെന്ന് കാലം തെളിയിച്ചു. ഡോക്ടേഴ്സിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു ജീവിതമാ നമ്മുടെ ജീവിതം. മരുന്നിന് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു ജീവിതമാ നമ്മുടെ ജീവിതം. ഹോസ്പിറ്റലുകൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പുറന്തള്ളുന്ന ജീവിതമാ നമ്മുടെ ജീവിതം. ഇവിടെ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും ഒക്കെ നമ്മളെ രക്ഷിക്കത്തില്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കുറിച്ച് പറയുന്ന സാക്ഷ്യം നമ്മൾ കേൾക്കേണ്ടി വരും. എന്നാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പള്ളിപ്രമാണികളെയും പരീശന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് യെരുശലേമിൽ ഒരു സാധാരണ
സാധാരണക്കാരനായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ വാചകം. ഈ സുവിശേഷകന്റെ വിടവാങ്ങൽ സമ്മേളനത്തിൽ ആ വാചകം ഉയർന്നിരിക്കട്ടെ. ചേർന്ന് പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം അറിയാവുന്നവർ ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു എന്ന നാമം, യേശു ക്രിസ്തു എന്ന നാമം, യേശു ക്രിസ്തു എന്ന നാമം. ഈ സുവിശേഷകന് വിടവാങ്ങൽ എന്ന് പറയുമ്പോൾ ഈ നാമത്തിൽ വലിയൊരു നാമം ഇവിടെ ഉയർത്താനില്ല. ഇന്നും ലോകത്തെ രക്ഷിക്കുന്ന നാമം, ഇന്നും പാപികളെ രക്ഷിക്കുന്ന നാമം, ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്ന നാമം, ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള നാമം, ഈ നാമമല്ലാതെ വേറെ ഒരു നാമമില്ല. ചേർന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. യേശു ക്രിസ്തു മടങ്ങി വരും. എത്രയും വേഗം കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും, ദൂത സൈന്യം അണിനിരക്കും. സ്വർഗത്തിൽ ഒരു ശബ്ദം കാഹളത്തിന്റെ അകമ്പടിയോടെ പുത്രനായ ക്രിസ്തു ഉയർത്തും. ആ ശബ്ദം ഇങ്ങനെയാ, ഇവിടെ കയറി വരുവീൻ വിശുദ്ധന്മാരെ എന്നുള്ള ശബ്ദം ഉയർക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇളമ്പൽ ദൈവസഭയുടെ സെമിത്തേരി കല്ലറകൾ പൊട്ടി തകരും. ഹല്ലേലൂയ, കല്ലറകൾ പൊട്ടി തകരും. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ആ കൂട്ടത്തിൽ സുവിശേഷകൻ ഉണ്ണികൃഷ്ണനും ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശയോടെ എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, എല്ലാവരും കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇത്ര ആവേശത്തോടെ പ്രസംഗിക്കാൻ കാരണം, ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ യൂട്യൂബുകളിൽ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം പാസ്റ്റർ ഫിന്നി ജോസഫ് ഉൾപ്പെടെ, പാസ്റ്റർ കെ റജി ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരിൽ നിന്ന് ഞാൻ കേട്ടു. എനിക്ക് ഇദ്ദേഹത്തെ മുഖപരിചയമുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടതും അറിഞ്ഞതും, ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ട വാക്കുകളും, അദ്ദേഹം ഒരു ആവേശമുള്ള സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഇനിയും ആ ശബ്ദം നമ്മൾ കേൾക്കത്തില്ലെങ്കിൽ ഞാൻ അതിന്ന് പകൽ ഇവിടെ പൂർത്തീകരിക്കുന്നു. ഞാനത് പൂരിപ്പിച്ച് ഇവിടെ നിർത്തുന്നു. യേശു ക്രിസ്തു മടങ്ങി വരും, കാഹളം ധ്വനിക്കും. സുവിശേഷകൻ ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ, അദ്ദേഹം പറയുന്നു, ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും, ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അന്ന് 1000 സൂര്യനെ വെല്ലുന്ന പ്രഭയോടെ അദ്ദേഹം ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ തേജസ്സിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വീണ്ടും മുഖാമുഖമായി കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവന് വിടവാങ്ങൽ നടത്തി മടങ്ങുക എന്നുള്ളതിനേക്കാൾ ഇദ്ദേഹം പ്രസംഗിച്ച ക്രിസ്തുവിനെ നെഞ്ചിലേറ്റാൻ ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. ഇദ്ദേഹം ഉയർത്തിയ ക്രിസ്തുവിനെ ഉയർത്താൻ ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. ഇദ്ദേഹം വിട്ടുകളഞ്ഞത് ചിലത് പൂരിപ്പിക്കാൻ ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് പകൽ സർവാശ്വാസങ്ങളുടേവനായ ദൈവം വാത്സല്യ കുടുംബാംഗങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു.